SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന് വലിയ തിരിച്ചടിയായി ഹൈക്കോടതി വിധി. 1996-ൽ സംഘടനയിൽ മുൻപൊരു പദവിയും വഹിക്കാതെ നേരിട്ട് SNDP യോഗത്തിന്റെ തലപ്പത്തെത്തിയ നേതാവാണ് വെള്ളാപ്പള്ളി നടേശൻ. 30 വർഷം ജനറൽ സെക്രട്ടറി പദവിയിൽ തുടരുന്നതിന്റെയും പത്മഭൂഷൺ ബഹുമതിയുടെയും ആഘോഷങ്ങൾ നടക്കുന്നതിനിടെയാണ് കോടതി വിധിയെത്തിയത്. സംഘടനയിലെ ചേരിതിരിവുകളും മൈക്രോ ഫിനാൻസ് കേസുകളും രാഷ്ട്രീയ വിവാദങ്ങളും ഉണ്ടായിട്ടും ഇതുവരെ വെള്ളാപ്പള്ളിയുടെ നേതൃത്വത്തിന് വലിയ വെല്ലുവിളി ഉണ്ടായിരുന്നില്ല. SNDPയെ ശക്തമായ സാമൂഹിക പ്രസ്ഥാനമായി വളർത്തിയതും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചതുമാണ് അദ്ദേഹത്തിന്റെ വലിയ സംഭാവനയായി വിലയിരുത്തപ്പെടുന്നത്. അതേസമയം മൈക്രോ ഫിനാൻസ് ഇടപാടുകളുമായി ബന്ധപ്പെട്ട ക്രമക്കേട് കേസുകളും മലപ്പുറത്ത് മുസ്ലിം ലീഗിന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ പലതും വാരിക്കോരി നൽകുന്നതായി വെള്ളാപ്പള്ളി നടത്തിയ ചില പ്രസ്താവനകൾ സൃഷ്ടിച്ച രാഷ്ട്രീയ വിവാദങ്ങളും അദ്ദേഹത്തെ തുടർച്ചയായി പിന്തുടർന്നു. എന്നാൽ വിമർശനം ലീഗിനെതിരെയാണെന്നും മുസ്ലിം സമുദായത്തിനെതിരെയല്ലെന്നും പലതവണ ആവർത്തിച്ചാണ് അദ്ദേഹം വിവാദങ്ങൾ തണുപ്പിച്ചത്. മകൻ തുഷാർ വെള്ളാപ്പള്ളി NDA കൺവീനറായിരിക്കുമ്പോഴും മുഖ്യമന്ത്രി പിണറായി വിജയനുമായി അടുത്ത ബന്ധം നിലനിർത്താൻ ശ്രമിച്ച വെള്ളാപ്പള്ളി രാഷ്ട്രീയ പ്രതിയോഗികളെ ഏറ്റവും കടുത്ത ഭാഷയിലാണ് നേരിടാറുള്ളത്. ഇതിനിടെ നായർ ഈഴവ സഖ്യത്തിനായി സജീവ നീക്കം നടത്തിയെങ്കിലും പാതിവഴിയിൽ നിലച്ചു. സംഘടനയ്ക്കുള്ളിലും വെള്ളാപ്പള്ളിക്ക് എതിരാളികളുണ്ടായി. സാംസ്കാരിക നായകർ മുതൽ വ്യവസായ പ്രമുഖർ വരെ അദ്ദേഹത്തിനെതിരെ രംഗത്തു വന്നു. പക്ഷേ പ്രമുഖർ നേതൃത്വം നൽകിയ പാനലുകളെ പരാജയപ്പെടുത്തി ഓരോ തിരഞ്ഞെടുപ്പിലും വെള്ളാപ്പള്ളി തന്നെ ജനറൽ സെക്രട്ടറി പദവിയിലെത്തി. 3 പതിറ്റാണ്ട് നീണ്ട നേതൃത്വത്തിനാണ് ഇപ്പോൾ ഹൈക്കോടതി വിധി കനത്ത ആഘാതമായിരിക്കുന്നത്. കൂടുതൽ വാർത്തകൾ അറിയാൻ മനോരമ online.com സന്ദർശിക്കുക.